യൂറോ കപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. സ്പെയിൻ ക്രൊയേഷ്യയെയും ഹംഗറി സ്വിറ്റ്സർലൻഡിനെയും, നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് അൽബേനിയയുമാണ് എതിരാളികൾ. വൈകിട്ട് 6:30-നും 9:30-നും 12:30-നുമാണ് മത്സരങ്ങൾ. യൂറോ കപ്പിന്റെ ആവേശം അലതല്ലുമ്പോൾ ഒരുപിടി സൂപ്പർ പോരാട്ടങ്ങളാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. വമ്പന്മാരായ സ്പെയിനും ക്രൊയേഷ്യയും ഇറ്റലിയും ഇന്ന് കളത്തിലിറങ്ങും. വൈകിട്ട് 6:30-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഹംഗറി സ്വിറ്റ്സർലൻഡിനെ നേരിടും. യോഗ്യതാ മത്സരങ്ങളിൽ പുറത്തെടുത്ത മികച്ച പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ഹംഗറി എത്തുന്നത്. സ്വിറ്റ്സർലൻഡ് ആവട്ടെ എന്നത്തെയും പോലെ ഒരുപിടി മികവുറ്റ താരങ്ങളുമായാണ് മത്സരത്തിനൊരുങ്ങുന്നത്. ഡിഫൻസിൽ മാനുവൽ അക്കാഞ്ചിയും റിക്കാർഡോ റോഡ്രിഗസുമെല്ലാം അണിനിരക്കുമ്പോൾ ആക്രമണത്തിന് കരുത്തു പകരാൻ ഷെർദാൻ ഷക്കീരിയും ഗ്രാനിറ്റ് ചാക്കയും ഉൾപ്പെടെയുള്ളവർ. ജർമ്മനി ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പിൽ മികച്ച തുടക്കത്തിനാണ് ഹംഗറിയും സ്വിറ്റ്സർലൻഡും ലക്ഷ്യമിടുന്നത്. രണ്ടാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ക്രൊയേഷ്യയെ നേരിടും. അൽവാരോ മൊറാട്ടയും ഡാനി കാർവഹാലും ലൂക്ക മോഡ്രിച്ചുമൊക്കെ ബൂട്ടുകെട്ടുമ്പോൾ ആവേശം വാനോളം ഉയരും. ലാമിൻ യമാലും പെഡ്രിയും റോഡ്രിയും ഉൾപ്പെടുന്ന ശക്തരുടെ നിരയെ പിടിച്ചുകെട്ടാൻ മോഡ്രിച്ചും സംഘവും ഇറങ്ങുമ്പോൾ ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയം കാൽപന്ത് കളിയുടെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും. കരുത്തുകാട്ടാൻ സ്പെയിൻ ഇറങ്ങുമ്പോൾ പ്രധാന ടൂർണമെന്റുകളിൽ മികവ് പുറത്തെടുക്കാനുള്ള ക്രൊയേഷ്യയുടെ കഴിവ് സ്പെയിനിന് വെല്ലുവിളി ഉയർത്തും എന്നത് തീർച്ച. കിരീടം വീണ്ടും നാട്ടിലെത്തിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് നിലവിലെ ചാമ്പ്യന്മാരായി ഇറ്റലി ഇറങ്ങുന്നത്. അൽബേനിയയാണ് എതിരാളികൾ. ലോകോത്തര താരങ്ങളാണ് നിരക്കുന്ന സൂറിപ്പടയെ തടയാൻ അൽബേനിയ ബുദ്ധിമുട്ടും. ഡോണരുമ നയിക്കുന്ന ടീമിൽ പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും കരുത്തരുടെ നിര തന്നെയുണ്ട്. ജോർജിഞ്ഞോയും ലൊറൻസോയും ഫെഡറിക്കോ കിയേസയും ഒക്കെ ഇറങ്ങുമ്പോൾ മറ്റൊരു യൂറോ കിരീടം കൂടി ഇറ്റലി സ്വപ്നം കാണുന്നുണ്ടാവും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ വൺ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദ് ചേരുകയാണ്. ഹരി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു സ്വിറ്റ്സർലൻഡിന്റെ താരങ്ങൾ, ഹംഗറിയുടെ താരങ്ങൾ. അപ്പോൾ നമ്മൾ പ്രധാനമായും കണ്ണുവെച്ച് നോക്കിയിരിക്കേണ്ട താരങ്ങൾ ആരൊക്കെയാണ്? അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെയാകും ഉണ്ടാവുക? ഹംഗറിയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും പ്രധാന താരങ്ങൾ ആരൊക്കെയാണ് ഹരി? മഹേഷ്, രണ്ട് ടീമും തുല്യശക്തരാണ്. യൂറോ കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഉൾപ്പെടെ തകർപ്പൻ പ്രകടനം പുറത്തെടുത്താണ് രണ്ട് ടീമുകളും യൂറോ കപ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിലും ഒരുപിടി മികച്ച താരങ്ങളുമുണ്ട്. നമുക്ക് ആദ്യം സ്വിറ്റ്സർലൻഡിന്റെ താരങ്ങളെ ഒന്ന് നോക്കാം. മുന്നേറ്റ നിരയിൽ സ്വിറ്റ്സർലൻഡിനായി റൂബൻ വാർഗാസ് ഉണ്ട്. ബുണ്ടസ്ലീഗയിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. ഒപ്പം ഷെർദാൻ ഷക്കീരി വളരെ നാളുകളായി സ്വിറ്റ്സർലൻഡിനായി സുവർണ്ണ പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. ഷക്കീരി ഇപ്പോൾ അല്പം പ്രായമായിട്ടുണ്ടെങ്കിലും ഷക്കീരിയുടെ വീര്യം ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയുണ്ട്. ഏത് നിമിഷവും ഗോൾ കണ്ടെത്താൻ കെൽപ്പുള്ള താരമാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഗ്രാനിറ്റ് ഷാക്കയ്ക്കാണ് മിഡ്ഫീൽഡിന്റെ ചുമതല. ഷാക്ക നമുക്കറിയാം വളരെ മികച്ചൊരു പ്രതിഭാധനായ താരമാണ്. മധ്യനിരയിൽ കളി ഉണ്ടാക്കാൻ വളരെയധികം കെൽപ്പുള്ള താരമാണ്. ഷാക്കയ്ക്കൊപ്പം റെമോ ഫ്ലൂവർ ഉണ്ടാവും. അതുപോലെ തന്നെ ഡാൻ എൻഡോയ് ഉണ്ടാവും. സിൽവർ വിറ്റ്മർ ഉണ്ടാവും. ഡിഫൻസിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രധാന താരമായ മാനുവൽ അക്കാഞ്ചി ഉണ്ട്. അതുപോലെ തന്നെ റിക്കാർഡോ റോഡ്രിഗസ് ഉണ്ട്. ഗോൾ കീപ്പറായി നമുക്കറിയാം ഇയാൻ സോമർ തന്നെയാവും ഗോൾ കീപ്പർ സ്ഥാനത്ത് ഉണ്ടാവുക. നിർണായക മത്സരങ്ങൾ സ്വിറ്റ്സർലൻഡിനെ വിജയത്തിലേക്ക് എത്തിച്ച ഇയാൻ സോമർ തന്നെ ഗോൾ വലക്കാക്കും. ഒപ്പം ഹംഗറിയിലേക്ക് വരുമ്പോൾ ഹംഗറിക്കായി മുന്നേറ്റ നിരയിൽ ഉള്ള താരങ്ങൾ റോളൻ സലായിക്ക് തന്നെയാണ് മുന്നേറ്റ നിരയുടെ ചുമതല. മധ്യനിരയിലേക്ക് വരുമ്പോൾ ആൻഡ്രേ ഷാഫർ ഉണ്ട്. യൂണിയൻ ബെർലിന്റെ താരമാണ്. അതുപോലെ തന്നെ ലിവർപൂളിന്റെ ഡൊമിനിക് സബോൾസിയ ലിവർപൂളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. അതുകൊണ്ട് തന്നെ സബോൾസിയയ്ക്ക് ഇന്ന് മിഡ്ഫീൽഡിൽ ഒരു പ്രധാന ചുമതലയുണ്ട്. ഡിഫൻസിലേക്ക് വരുമ്പോൾ അറ്റില്ല സലായി ഉണ്ട്. ലീപ്സിഗിന്റെ വിലി ഓർബൻ ഉണ്ട്. അതുപോലെ തന്നെ ആഡം ലാങ് ഉണ്ട്. ഗോൾ കീപ്പറായി പീറ്റർ ഗുലാക്സി തന്നെ. ലീപ്സിഗിന്റെ താരം പീറ്റർ ഗുലാക്സി ആയിരിക്കും ഇന്ന് ഹംഗറിക്ക് ഇറങ്ങുന്നത്. ഹംഗറിയുടെ അക്കാഞ്ചിയുടെ പ്രതിരോധ പൂട്ട് പൊട്ടിക്കാൻ സ്വിറ്റ്സർലൻഡിനാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഹരിയിലേക്ക് വരാം. സഫാൻ റാഷിദ് ചേരുകയാണ് നമുക്കൊപ്പം. സഫാൻ റാഷിദ് നമ്മുടെ മീഡിയ വൺ വെബ് ഡെസ്കിന്റെ സീനിയർ സ്പോർട്സ് ജേർണലിസ്റ്റ് കൂടിയാണ്. സഫാൻ, ഇന്നത്തെ ഈ ഹംഗറി സ്വിറ്റ്സർലൻഡ് മത്സരത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? വളരെ പെട്ടെന്ന്. ഏറെക്കുറെ രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ രണ്ട് ടീമുകളും, ഹംഗറി ആണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും, ഈ ടൂർണമെന്റിലെ കറുത്ത കുതിരകളാകുമെന്ന് പ്രവചിക്കപ്പെടുന്ന രണ്ട് ടീമുകളാണ്. ഹംഗറിയെക്കുറിച്ച് നമുക്കറിയാം, ഒരു കാലത്ത് 1950കളിലും 60കളിലുമൊക്കെ മാന്ത്രികരായ മഗ്യാറുകൾ എന്നൊക്കെ വിളിപ്പേരുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. എന്നാൽ അതിനുശേഷം പതുക്കെ അവരുടെ ഒരു ഡിക്ലൈൻ തുടങ്ങി. എന്നാൽ കഴിഞ്ഞ യൂറോയിൽ അവർ ചില സൂചനകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ചും അവരൊരു മരണ ഗ്രൂപ്പിലാണ് കളിച്ചിരുന്നത്. പോർച്ചുഗലും ജർമ്മനിയും ഫ്രാൻസുമുള്ള ഗ്രൂപ്പിലായിരുന്നു. പക്ഷേ അവർ ആ ഗ്രൂപ്പിൽ ജർമ്മനിയെയും പോർച്ചുഗലിനെയും സമനിലയിൽ തളച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കുറി ഹംഗറി കുറച്ചുകൂടിയും, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ യോഗ്യതാ മത്സരങ്ങളിൽ 8 മത്സരങ്ങളിൽ അവർ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല. കൂടാതെ അവർ 2022 സെപ്റ്റംബറിന് ശേഷം ആകെ 1-2 മത്സരങ്ങൾ മാത്രമാണ് പരാജയപ്പെട്ടത്. അതിലുപരി അവർ ഇംഗ്ലണ്ട് പോലെയുള്ള കരുത്തരായ ടീമുകളെയൊക്കെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി സ്വിറ്റ്സർലൻഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും, സ്വിറ്റ്സർലൻഡ് എല്ലാ കാലത്തും ഒരു മിനിമം ലെവലിനപ്പുറമുള്ള ടീമാണ്. ഫിഫ റാങ്കിങ്ങിലായാലൊക്കെ ഒരു 25 അല്ലെങ്കിൽ 30 ഒന്നും താഴോട്ട് പോകാത്ത ടീമാണ്. മാത്രമല്ല അവർക്ക് ഷാക്കിരിയൊക്കെ പോലെയുള്ള വലിയ സൂപ്പർ താരങ്ങളെന്ന് വിളിക്കാവുന്ന താരങ്ങളുണ്ട്. അവരുടെ ഗോളിയാണെങ്കിലും
സോമറൊക്കെ യൂറോപ്പിലെ മുൻനിര ക്ലബ്ബുകളിലൊക്കെ ഗോളിയായിട്ടും പിന്നെ ലോകകപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ സ്കോട്ട്ലൻഡും ജർമ്മനിയും കണ്ട പോലെ ഒരു ഏകപക്ഷീയമായ ഒരു 5-4 ഗോളുകളൊന്നും പിറക്കുന്ന മത്സരമാവാൻ സാധ്യതയില്ല. ഏറെക്കുറെ തുല്യ രീതിയിൽ ഒരു സമനിലയിലേക്കൊക്കെ പോകുന്ന രീതിയിലായിരിക്കും മത്സരം. അതാണ് സഫാൻ പറയുന്നത്, ഇന്നലത്തെ പോലെ ഒരു ഏകപക്ഷീയമായ മത്സരമല്ല. ഓക്കെ, സഫാനിലേക്ക് തന്നെ തിരികെ വരാം. ഞാൻ ഹരിഗോവിന്ദിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. ഹരി, നമ്മൾ കാത്തിരിക്കുന്നത് 9:30 മത്സരമാണ്. ആ മത്സരം സ്പെയിനും ക്രൊയേഷ്യയും. നമുക്കറിയാം യൂറോപ്പിലെ രണ്ട് തുല്യശക്തികൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു വശത്ത് ലൂക്ക മോഡ്രിച്ച് ഉണ്ട്, മറുവശത്ത് റോഡ്രി ഉണ്ട്. ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളൊരു ആകാംക്ഷ ആരാധകർക്കും ഉണ്ടാകും. ഹരി ആർക്കൊപ്പമാണ്? ഹരി, ഈ ടീം എങ്ങനെയായിരിക്കും ഇന്നത്തെ? മഹേഷ്, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരമാണ് സ്പെയിൻ ക്രൊയേഷ്യ മത്സരം. നമുക്കറിയാം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇത്രയും നിർണായകമായ ഒരു മത്സരം വേറെ ഉണ്ടാവില്ല, ഇത്രയും ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു മത്സരം വേറെ ഉണ്ടാവില്ല. തുല്യ ശക്തരാണ് രണ്ട് ടീമുകളും. ക്രൊയേഷ്യ ആവട്ടെ പ്രധാന ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള ഒരു അസാമാന്യ കഴിവ് ക്രൊയേഷ്യയ്ക്കുണ്ട്. സ്പെയിൻ ആവട്ടെ കഴിഞ്ഞ ലോകകപ്പിൽ ഉൾപ്പെടെ പ്രീ ക്വാർട്ടറിൽ മൊറോക്കോയോട് തോറ്റ് പുറത്തായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്പെയിനിന്, മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിന് അതിന്റെ കണക്കുകൾ കൂടി ഈ യൂറോ കപ്പിൽ തീർക്കേണ്ടതുണ്ട്. ക്രൊയേഷ്യയും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. ഒരുപിടി മികച്ച താരങ്ങൾ രണ്ട് ടീമിനും ഉണ്ട്. നമുക്ക് സ്പെയിൻ്റെ ടീം ഒന്ന് പരിശോധിക്കാം. മുന്നേറ്റ നിരയിൽ അൽവാരോ മൊറാട്ടയ്ക്ക് തന്നെയാണ് ഗോളടിയുടെ ചുമതല. മൊറാട്ടയ്ക്കൊപ്പം ബാഴ്സലോണയുടെ വണ്ടർ കിഡ് ലാമിൻ യമാൽ ഉണ്ടാവും. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ ചാമ്പ്യൻസ് ലീഗ് ഹീറോ ഹൊസേലും ഉണ്ടാവും. ഒപ്പം ഡാനി ഓൾമോയും ഫെറാൻ ടോറസും ആവശ്യമെങ്കിൽ കളത്തിലിറങ്ങാൻ തയ്യാറാണ്. മധ്യനിരയിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി തന്നെയാണ് പ്രധാന ആകർഷണം. സ്പെയിനിന്റെ മധ്യനിരയുടെ ചുമതല മുഴുവൻ റോഡ്രിക്കായിരിക്കും. റോഡ്രിയുടെ കളി അനുസരിച്ചായിരിക്കും സ്പെയിനിന്റെ ഇന്നത്തെ കളി രീതി തന്നെ ഉണ്ടാവുക. ഒപ്പം യുവതാരം പെഡ്രി ഉണ്ടാവും. പെഡ്രിക്കൊപ്പം ഫാബിയൻ റൂയിസും മധ്യനിരയിൽ ഇടം പിടിച്ചേക്കും. ഫെർമിൻ ലോപ്പസും ആവശ്യമെങ്കിൽ കളത്തിലിറങ്ങും. ഡിഫൻസിലേക്ക് വരുമ്പോൾ റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരങ്ങളായ നാച്ചോ ഫെർണാണ്ടസും അതുപോലെ തന്നെ ഡാനി കാർവഹാലും തന്നെയാണ് സ്പെയിനിന് കോട്ട കെട്ടാൻ ഉണ്ടാവുക. അവർക്കൊപ്പം ചെൽസിയുടെ മാർക്ക് കുക്കുറേലയും ഐമറിക് ലാപ്പോർട്ടും ഇന്ന് ഡിഫൻസീവ് നിരയിൽ കളം പിടിച്ചേക്കും. ഗോൾ കീപ്പറായി ഉനൈ സിമോണാണ് കളിക്കളത്തിലേക്ക് വരാൻ സാധ്യത. ഡേവിഡ് റേ ഉണ്ട് അവർക്ക്, എങ്കിൽ പോലും ഉനൈ സിമോണാണ് ഒരു പിടി സാധ്യത കൂടുതലുള്ളത്. ക്രൊയേഷ്യയിലേക്ക് വരുമ്പോൾ ക്രൊയേഷ്യയുടെ ടീം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, പേരുകേട്ട താരങ്ങൾ വളരെ കുറച്ചുള്ളെങ്കിലും അവരുടെ ഒരു പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ്. മുന്നേറ്റ നിരയിൽ അവർക്ക് ആൻഡ്രെ ബുഡമിർ ഉണ്ട്, ഒസാസുനയുടെ താരമാണ്. അതുപോലെ തന്നെ ആൻഡ്രെ ക്രമാറിച്ച്, ഗോളടിക്കാൻ വളരെയധികം കഴിവുള്ള താരമാണ് ആൻഡ്രെ ക്രമാറിച്ച്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ലൂക്ക മോഡ്രിച്ച്, മിഡ്ഫീൽഡ് മജീഷ്യൻ എന്ന് തന്നെ പറയാൻ പറ്റും. ലൂക്ക മോഡ്രിച്ചിന്റെ ഒരു പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ വളരെ നിർണായകമാവും. ഒപ്പം മാറ്റിയോ കൊവാസിച്ച് ഉണ്ട്, മാർസെലോ ബ്രസോവിച്ച് ഉണ്ട്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ജോസ്കോ ഗ്വാഡിയോൾ, നമുക്കറിയാം വേൾഡ് കപ്പിൽ തന്നെ ക്രൊയേഷ്യയുടെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു ഗ്വാഡിയോളിനൊപ്പം ജോസഫ് സ്റ്റാനിച്ച് ഉണ്ട്, ജോസഫ് സിറ്റ്വാലോ ഉണ്ട്. ഗോൾ കീപ്പറായി ഡൊമിനിക് ലിവാക്കോവിച്ച് ആകും ഇന്ന് ക്രൊയേഷ്യയ്ക്കായി വലകാക്കുക. മഹേഷ്, യെസ്, അതാണ് ഗാഡിയോൾ. നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ മെസ്സി കടന്നു പോയത് ഗാഡിയോളിനെയാണ്. ആ ഒരു സമയം കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ സ്പെയിനിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. യൂറോ കപ്പിന്റെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സഫാനെ, റോഡ്രിയുടെ ഒരു ചിറകിലേറി അദ്ദേഹം മധ്യനിരയിൽ കളി നയിക്കും. അങ്ങനെയെങ്കിൽ ഒരു കാളക്കുറ്റന്മാരുടെ ഒരു കരുത്ത് സ്പെയിൻ എത്രമാത്രം ഇന്ന് പ്രകടിപ്പിക്കും? എന്താണ് സാധ്യത സ്പെയിന്റെ? സത്യത്തിൽ ഒരു നോക്കൌട്ട് മത്സരത്തിൽ ഏറ്റുമുട്ടേണ്ട രണ്ട് ടീമുകളാണ് സ്പെയിനായാലും ക്രൊയേഷ്യയായാലും. അവർ ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒരു വാശിയേറിയ പോരാട്ടമായിരിക്കും ഉണ്ടാകുക. മാത്രമല്ല പോയ യൂറോയിലാണെങ്കിലും പിന്നെ UEFA നാഷൻസ് ലീഗിലാണെങ്കിലും ഇരു ടീമുകളെ ഏറ്റുമുട്ടി. അപ്പോൾ പോയ വർഷത്തെ യൂറോ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. 3-1 സ്പെയിൻ മുന്നിൽ നിൽക്കവേ അവസാന നിമിഷങ്ങളിൽ ക്രൊയേഷ്യ 2 ഗോൾ തിരിച്ചടിക്കുകയും പിന്നീട് ഇഞ്ചുറി ടൈമിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരത്തിൽ പിന്നീട് 2 ഗോളുകൾ നേടി സ്പെയിൻ വിജയിക്കുകയായിരുന്നു. UEFA നാഷൻസ് ലീഗിലാണെങ്കിലും തകർപ്പൻ പോരാട്ടമായിരുന്നു ഇരു ടീമുകളും നടന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഒടുവിൽ സ്പെയിൻ വിജയിച്ചു കയറിയത്. അപ്പോൾ നമ്മൾ ഈ ടീമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിൽ പ്രധാനമായിട്ടും ഒരു കാലത്ത് സ്പെയിനിൽ സെർജിയോ ബുസ്കറ്റ്സ് ഒക്കെ ചെയ്തിരുന്ന റോൾ ചെയ്യുന്നത് റോഡ്രിയാണ്. റോഡ്രി എന്ന് പറയുന്നത് വർത്തമാന ഫുട്ബോളിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഞ്ചിനാണ്. മറുവശത്താണെങ്കിൽ ലൂക്ക മോഡ്രിച്ചാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു മേജർ ടൂർണമെൻറ്റിനാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം മറ്റൊരു പ്രമുഖ ക്ലബ്ബായ റയൽ മാഡ്രിഡ്, പ്രമുഖ എന്നല്ല യൂറോപ്പിലെ രാജാക്കന്മാരായ റയൽ മാഡ്രിഡിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകളും നേർക്കുനേർ വരുമ്പോൾ ഒന്നുകിൽ സ്പെയിനിൻ്റെ ഒരു ടാക്ടിക്സും പിന്നെ മറുവശത്ത് ക്രൊയേഷ്യയുടെ ഒരിക്കലും തളരാതെയുള്ള പോരാട്ട വീര്യവും തമ്മിലാകും മത്സരമുണ്ടാകുക. പിന്നീട് ഇതിൽ പറയാനുള്ള കാര്യം, സ്പെയിനിനെ കുറിച്ച് പോയ ലോകകപ്പിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാന വിമർശനം അവർ ഒരുപാട് പാസ് ഇടുന്നു, അതേസമയം തന്നെ ഗോൾ അടിക്കുന്നില്ല എന്നതായിരുന്നു. എന്നാൽ പുതിയ കോച്ച് ഫുവെൻ്റെ വന്നതിന് ശേഷം അവർ അവരുടെ ഒരു കളിശൈലി ചെറിയ പാസുകളിൽ നിന്ന് മാറി നീളൻ ക്രോസുകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ സെറ്റ് പീസുകൾ നന്നായിട്ട് കളിക്കുന്നു തുടങ്ങിയ രീതിയിലേക്ക് അവരുടെ കളിശൈലി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെയിൻ ഗോൾ അടിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു മത്സരം തന്നെയായിരിക്കും ഇന്നുണ്ടാകുമ്പോൾ. ഓക്കെ സഫാൻ പറയുന്നത് അതാണ്. സ്പെയിനിന്റെ ടാക്ടിക്സും അതുപോലെ തന്നെ ക്രൊയേഷ്യയുടെ പോരാട്ട വീര്യവും ഏതാണ് ജയിക്കുക എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 12:30 ഇറ്റലി ഇറങ്ങുന്നുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി അസൂറിപ്പട ഇറങ്ങുകയാണ്. വീണ്ടും യൂറോ കപ്പ് ഉയർത്തി. റോമിൽ പോകണം, അവർക്ക് മിലാനിൽ പോകണം. അപ്പോൾ ഇന്നത്തെ മത്സരം അൽബേനിയയുമായിട്ടാണ്. ഹരി ഗോവിന്ദ്, ഹരി, ഇറ്റലിയുടെ ഒരു സാധ്യതകൾ ടീം?
മഹേഷ്, മുൻ ചാമ്പ്യന്മാർക്ക് പല കണക്കുകളും തീർക്കാനുണ്ട്. കഴിഞ്ഞ ലോകകപ്പിന് യോഗ്യത നേടാനാവാത്തതിന്റെ നിരാശ ഇപ്പോഴും ഇറ്റലിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അസൂറിപ്പടയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപിടി ലോകോത്തര താരങ്ങളുമായി തന്നെയാണ് ഇറ്റലി ഇന്ന് വരുന്നത്. ഫോർവേഡിലേക്ക് നോക്കുമ്പം മിന്നും താരം ഫെഡറിക്കോ കിയേസ വേൾഡ് കപ്പിൽ ഉൾപ്പെടെ കഴിഞ്ഞ യൂറോ കപ്പിൽ ഉൾപ്പെടെ ഇറ്റലിക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത താരമാണ് കിയേസ. കിയേസയുടെ ഗോളടി മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിയേസക്കൊപ്പം ഇന്റർ മിലാന്റെ സൂപ്പർ താരം ഡേവിഡ് ഫ്രറ്റേസി ഉണ്ടാവും. അതുപോലെ തന്നെ ജിയാൻ ലൂക്കാസ് കമാക്കെ ഉണ്ടാവും. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ജോർജിനോയ്ക്ക് തന്നെയാണ് കളി മെനയുന്നതിന്റെ ചുമതല. ജോർജിനോയ്ക്കൊപ്പം നിക്കോളോ ഫാഗിയോളി, യുവന്റസിന്റെ യുവതാരം നിക്കോളോ ഫാഗിയോളി ജോർജിനോയ്ക്കൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റീഫൻ എൽഷരാവി, ആൻഡ്രിയ കമ്പ്യോസ, ഈ 4 താരങ്ങളാവും മിഡ്ഫീൽഡിൽ കളി മെനയാൻ ഉണ്ടാവുക. ഒപ്പം ഡിഫൻസിലേക്ക് വരുമ്പോൾ മാറ്റിയോ ഡാർമി ഉണ്ട്, ലൊറൻസോ ഉണ്ട്, അലക്സാൻഡ്രോ ബോർഗോറി ഉണ്ട്. ഗോൾ കീപ്പറായിട്ടാണ് ജിയാൻലൂഗി ഡോണർമെ ഉണ്ടാവും. അത് തന്നെയാണ് ഇറ്റലിയുടെ പ്രധാന കരുത്ത്. ഡോണർമയുടെ ചിറകിലേറി തന്നെ മറ്റൊരു കിരീടം നേടണമെന്ന സ്വപ്നത്തിലാണ് ഇറ്റലി എത്തുന്നത്. അതുപോലെ തന്നെ അൽബേനിയാണ് ഇറ്റലിയുടെ എതിരാളികൾ. താരതമ്യേന കരുത്തരല്ല എങ്കിൽ പോലും യൂറോ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ മികവുറ്റ പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. പോളണ്ട് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിൽ നിന്നാണ് അവർ യൂറോ കപ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എഴുതി തള്ളാനാവില്ല. മുന്നേറ്റ നിരയിൽ അൽബേനിയക്കായി മൈട്രോ ഉസൂനി ഉണ്ടാവും, നെദ്രിം ബജ്രാമി ഉണ്ടാവും, അതുപോലെ തന്നെ ജാസർ അസാനി ഉണ്ടാവും. ഡിഫൻസിലേക്ക് വരുമ്പോൾ മരിയോ മിത്താച്ച്, അഡ്രിയാൻ ഇസ്മാൽജി, ഈ 2 താരങ്ങളാണ് ശ്രദ്ധ